എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം, അവരുടെ അവസ്ഥ ഇപ്പം എന്താണെന്ന് നോക്കാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകണതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാനിത് കൂടാതെ നാരായണീയം കൂടി ചൊല്ലിയിടുന്നുണ്ട് കേട്ടോ, അതും കൂടി കാണണേ. നാരായണീയം ദശകം ഓരോ ദശങ്ങളായിട്ട് ഓരോ ദിവസങ്ങൾ ചൊല്ലിയിടുന്നുണ്ട്, അതും കൂടി കേൾക്കണേ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്ത് എന്താണ് അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അതും ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. യൂണിവേഴ്സിൻ്റെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ്. യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് കറണ്ട് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി എന്തായാലും ഒരു സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിലേക്കാണ് അവർ മൂവ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് പറയണത് തന്നെ അവർ. നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പം നിങ്ങളിത്തിരി കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് പറയണത് കേട്ടോ. അവരുടെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനായിട്ട് ഒരു ആക്ഷനൊക്കെ എടുത്തിട്ട് അവർ നിങ്ങളിലേക്ക് വരാമെന്ന് പറയണം. മുന്നോട്ടാണ് പോകുന്നത്. നിങ്ങളുടെ പ്രത്യേക ലക്ഷ്യങ്ങളിലേക്ക് അവർ ചിലപ്പോൾ അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അവർ ഒപ്പം എത്തുമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അവർക്കൊരു നല്ലൊരു ചേഞ്ചാണ് അവർക്ക് വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്നൊക്കെ ഇപ്പം നിങ്ങളടുത്ത് മിണ്ടുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതെല്ലാം മാറി നല്ലൊരു ചേഞ്ചാണ് അവർ വരുന്നത്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു ചേഞ്ച്, നല്ലൊരു മാറ്റമാണ് അവരുടെ ലൈഫിൽ വരാൻ പോകുന്നത് കേട്ടോ. ഇനി അവർക്ക് ഭാഗ്യമൊക്കെ ഉണ്ടാവാൻ തന്നെയാണ് പോകുന്നത്. നല്ലൊരു ചേഞ്ചാണ് വരുന്നത് അവരുടെ ലൈഫിൽ. അവർ വിശ്വസിക്കുന്ന ദൈവം അവരെ കൂടെ ഉണ്ടെന്നാണ് പറയണത്. അവർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാനായിട്ട്. ഇനി അവർക്ക് ഭൂമി വാങ്ങിക്കാനോ അതല്ലെങ്കിൽ അത് വിൽക്കാനോ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു സാധ്യതയാണ് പറയുന്നത്. വിദേശത്ത് പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും അവർക്കൊരു സാധ്യതയാണ് പറയണത്. അവർ വളരെ സ്നേഹം ഉണ്ടാവും എന്നാണ് ഞാൻ പറയണത്. ഇനി നിങ്ങളുടെ അടുത്ത് അവർ വളരെ സ്നേഹത്തോടെ വരും കേട്ടോ, അതാണ് പറയണത്. പിന്നെന്താ, ഇപ്പം അവരിങ്ങനെ എല്ലാത്തിനും വെറുതെ ഇങ്ങനെ സ്വയം എന്താ പറയുക പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും. ഇപ്പം നിങ്ങളുടെ ഈ റിലേഷനിൽ
ഒരാൾ മറ്റേ ആളെ വെറുതെ സംശയിക്കുകയാണ്, അല്ല വലിയ ആവശ്യമുള്ള കാര്യങ്ങൾക്കല്ല, ചുമ്മാ ചെറിയൊരു കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത സംശയങ്ങൾ, പിണക്കം, വഴക്ക് അങ്ങനെയൊക്കെയായിട്ട് ചെറിയ പ്രശ്നങ്ങളായിട്ടാണ് പോണതെന്നാണ് പറയുന്നത്. പിന്നെ ഇനി എന്തായാലും ഒരു ലൈഫിൽ നല്ലൊരു മാറ്റമാണ് ഇനി വരാൻ പോകണമെന്നാണ് പറയണത്. ലൈഫിൽ സന്തോഷവും എല്ലാ കാര്യത്തിലും ഇനി വിജയമാണ് ഇനി വരാൻ പോണതെന്നാണ് പറയണത്. ഇനി നിങ്ങൾക്ക് എന്തായാലും സാമ്പത്തികമായും നല്ല ഉയർച്ചയാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് കേട്ടോ. ഇനി നല്ല ആത്മവിശ്വാസവും ഇപ്പം ഈ പരിശ്രമിച്ചതിനൊക്കെ ഫലം കാണാം. നല്ലൊരു സമയമാണ്, നല്ലൊരു മാറ്റമാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ചെറിയൊരു ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഒറ്റപ്പെട്ട പോലെയൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് തനിച്ചിരിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പോലെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഏകാന്തത, എല്ലാ ആഘോഷങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കാൻ, സ്വയം ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ. ഇനി ഇഷ്ടംപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സ്പിരിച്വലായിട്ടുള്ള ഗൈഡൻസൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കാനോ ഒന്നും വിശ്വസിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലാണ്. ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ തൊട്ട് മുന്നിലൊരു എന്തുണ്ടെങ്കിൽ തന്നെ അത് അപകടമാണ്. എന്നാലും പുറമേ നിന്ന് ആര് പറഞ്ഞാലും കൂടി ഒന്നും കേൾക്കാനായിട്ടുള്ളൊരു മനസ്സല്ല ഇപ്പോൾ. എന്താ പറയുക, ഒരു സ്വന്തം ഇഷ്ടത്തിനങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആരെന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കാത്തൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ കേട്ടോ. പിന്നെന്താ, പെട്ടെന്ന് കാണുമ്പോൾ ഇത്തിരി അംഗീകാരമൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്ന് തോന്നും. ഔദ്യോഗിക പദവിയൊക്കെ ഉള്ള ഒരാളാണെന്ന് തോന്നും പെട്ടെന്ന് കാണുമ്പോൾ. വളരെ ജാഗ്രതയുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. എല്ലാ മാറ്റങ്ങളും, നല്ല കഴിവുണ്ട്, എല്ലാ കഴിവുകളും ഉണ്ട് നിങ്ങളുടെ വ്യക്തിൻ്റെ കയ്യിൽ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നൊന്നും വിചാരിക്കില്ല. അധികം ഭയമൊന്നുമില്ല, ഒന്നിനധികം പേടിയൊന്നുമില്ലാത്ത, ഭയമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയണത് കേട്ടോ. പിന്നെന്താ, ഇപ്പം ചെയ്യുന്ന ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനായിട്ടൊരു സമയമാണ്. ഒരുപാട് സമ്മർദ്ദം, ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ഒരു തർക്ക വിഷയം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കിടന്ന്, നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ, ഇപ്പോൾ ആരായാലും ശരി, നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ ഒരു തർക്ക വിഷയത്തിൽ കിടന്ന് അഭിപ്രായം പറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു തർക്ക വിഷയം നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിലുണ്ട്, അവരതിൽ ഒരു അഭിപ്രായം പറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയണത്. അപ്പോൾ അവർ എന്താ പറയുക, അവർ സ്നേഹിക്കുന്ന വ്യക്തി, ഇപ്പോൾ അവരിപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് വേറെ വ്യക്തിയുടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഒരു ബൗണ്ടറി വന്നിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ബൗണ്ടറി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഇനിയൊരു പുതിയൊരു ബന്ധത്തിൽ നിങ്ങളിലേക്ക് വന്ന നല്ലൊരു പ്രണയത്തിൻ്റെയൊക്കെ ഒരു വിജയമാണ് പറയുന്നത്. നിങ്ങളിലേക്ക് തന്നെ വന്ന് നല്ലൊരു സ്നേഹവും സന്തോഷവും ആരോഗ്യവും എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണ് പറയുന്നത്. നല്ല ബന്ധം, നിങ്ങളുടെ ബന്ധം നല്ല ദൃഢമാവാൻ പോകണമെന്നാണ് പറയുന്നത് തിരിച്ചു വന്നിട്ട്. ഇനി ബിസിനസ്സിലായാലും എല്ലാ കാര്യത്തിലും പുരോഗതിയാണ് പറയുന്നത്. ഇനി ഒരുപാട് സന്തോഷം ഉണ്ടാവാം. അങ്ങനെ ആഘോഷങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് തിരിച്ചു വന്നിട്ട്. വിവാഹത്തിൻ്റെ ആഘോഷം. അപ്പം വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. സെലിബ്രേഷൻ നടക്കുക, ആഘോഷം, സന്തോഷം, വിജയം, എല്ലാ കാര്യങ്ങൾക്കും വിജയം. അങ്ങനെ നല്ലൊരു ജീവിതശൈലി, പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി സന്തോഷം, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, റീയൂണിയൻ. പഴയ സുഹൃത്തിനെ നിങ്ങളെ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോയടത്തു നിന്നെല്ലാം നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്നെല്ലാം ഇട്ടേച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണു. ഇനി റീയൂണിയൻ. അപ്പോൾ പഴയ സുഹൃത്തിനെ നിങ്ങളെ തന്നെ തിരിച്ചു കിട്ടിയിട്ട് ഇനി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം, പഴയ സുഹൃത്തിന് കിട്ടിയിട്ടുള്ള സന്തോഷമാണ്. അപ്പം നിങ്ങളെ ഇട്ടച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്ന് നിങ്ങളായിട്ട് വളരെ സന്തോഷകരമായൊരു പുനഃസമാഗമം, പ്രിയപ്പെട്ട ഒരാളായിട്ട് പുനഃസമാഗമം, നിങ്ങളായിട്ട് വീണ്ടും നല്ലൊരു
പുനഃസമാഗമം വീണ്ടും ഒത്തുകൂടും എന്നാണ് പറയണത്. ഇപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ഇപ്പം എന്നിട്ട് ഇപ്പോൾ പോയിടത്ത് നല്ല പണി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഇട്ടച്ച് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഒറ്റപ്പെട്ട പോലെയാണ് ഇപ്പം ഇരിക്കുന്നത്. ഇനി അത് ഇട്ടിട്ട് ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ ഒരു ഒറ്റപ്പെടല്ലേ പോയിടത്തുനിന്ന് കിട്ടി, അത് അങ്ങനെ തന്നെ വേണം. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള പരിപാടിയാണ്. അത് റിയൂണിയനൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ഒറ്റപ്പെടലാണ്. ഇപ്പോൾ അവർക്ക് എന്താണ് ഒരു പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത. അപ്പോൾ ഇപ്പം നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു സുഖമല്ല. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത, അന്യായമായ ഇടപെടലിലൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെടാനൊരു സാധ്യത, എന്തെങ്കിലും മോഷണം പോകാനോ അല്ലെങ്കിൽ അപമാനിക്കപ്പെടാനൊക്കെ ഒരു സാധ്യത, സ്വന്തം അഭിമാനം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ആ വ്യക്തിക്ക് ഉണ്ടാവുമെന്നാണ് പറയണത്. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിലായാലും അതിലൊരു പോരാട്ടം, ജോലിയിലായാലും സമ്മർദ്ദം, ഒരുപാട് പിരിമുറുക്കം, തർക്കങ്ങളുണ്ടാവുക, ചെറിയ ശത്രുതകൾ വരാം. അവരിപ്പോൾ നിങ്ങളെ ടച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചീറ്റിങ് കിട്ടിയിട്ടുണ്ട്, ആ വ്യക്തിയുടെ അതിന് നല്ല ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് മറ്റു പലരൊക്കെ ആയിട്ട് ചെറിയ പല ബന്ധങ്ങളുണ്ടെന്നാണ് പറയണത് കേട്ടോ. എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, ചിലർ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വിചാരിച്ചൊന്നും തല്ലിവിടാനൊന്നും പോകണ്ട. പിന്നെന്താ നമുക്കെന്താ ഒരു ഇനി എന്തെല്ലാം എന്തെങ്കിലുമൊക്കെ പുതിയതൊക്കെ പഠിക്കാനോ അതിനൊക്കെ നിങ്ങൾക്ക് ഇനിയൊരു സാധ്യത തന്നെയാണ് കേട്ടോ. ഇനി ഉദാരമായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള മനസ്സിന് ധൈര്യമൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണോ അധ്വാനിച്ചുകൊണ്ടിരുന്നത് അതിനൊക്കെ ഫലം കാണാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെന്നെങ്കിലൊക്കെ ഇത്തിരി പൈസ നിങ്ങളുടെ ആ വ്യക്തിക്ക് കേട്ടോ, ഓക്കെ, നിങ്ങളുടെ ആ വ്യക്തിക്ക് എവിടെന്നെങ്കിലൊക്കെ പൈസ കിട്ടുക, ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടുക, അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടൊക്കെ നല്ല പൈസ ഉണ്ടാവും എന്നാണ് പറയണത്. അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ ഇനി നന്നായിട്ട് സ്നേഹിക്കും, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്ന് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആഘോഷങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്, ഇതിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. Okay.